ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു സോയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം മുന്നേ ഒരു വീഡിയോ ഞാൻ സോയ ഇട്ടിരുന്നു. അത് കണ്ട് അതിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് അതിനെ ആരെങ്കിലും റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ സോയ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് പീച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ പിച്ചി ഇട്ടു. കണ്ടോ, പിച്ചി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് സോയ എന്ന് പറയൂല, നമ്മൾ ഇങ്ങനെ ഇറച്ചി ഇടിച്ച് വെച്ച പോലെ ഇല്ലേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, എണ്ണ പച്ചവെളിച്ചെണ്ണ കേട്ടോ, നന്നായിട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടെ വഴച്ചെടുക്കണം. ഞാൻ പച്ചമുളക് എന്തുണ്ടാക്കിയാലും ആദ്യം പച്ചമുളക് വഴറ്റും കേട്ടോ, കാരണം എനിക്കിഷ്ടമാണ് പച്ചമുളകിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് എണ്ണയ്ക്കകത്ത് നിന്നിട്ട് ഇങ്ങനെ വാട്ടി വന്ന് കഴിയുമ്പോഴത്തേനും ആ ഒരു എരിവങ്ങ് പൊയ്ക്കോളും. വലിയ എരിവൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ചവച്ച് തിന്നാം പച്ചമുളക്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ തക്കാളിക്കയും സബോളയും കൂടെ ആഡ് ചെയ്തെടുക്കുക കേട്ടോ. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത് നമ്മുടെ കുരുമുളകും ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇടിച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മസാല വേണ്ടവർക്ക് ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ് ചിക്കൻ മസാലയുടെ ടേസ്റ്റ്. സോ ഇതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ചേരുവയ്ക്കകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്ന അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുക്കി പിടിക്കരുത്. വേണമെങ്കിൽ ലേശം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ കൊടുത്തതിൽ വെളിച്ചെണ്ണയുടെ ആവശ്യം വന്നില്ല, കറക്റ്റ് പാകത്തിലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ ഫൈനൽ ടച്ചപ്പിലോട്ട് പോവാണ്. അതായത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മാറ്റി വെച്ച സോയ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം ഈ ഒരു കറി നമുക്ക് വൈറ്റത്തേനും കൂടെ വേണം. ആ ഒരു പരുവത്തിലാണ് ഞാൻ ഈ കറി വെച്ചത്. സോ ഒരുപാട് വെള്ളം ചേർത്ത് വെച്ച്, ഓൾറെഡി സോയയിൽ വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മളത് നന്നായിട്ട് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും, അതായത് മസാലയായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ആ വെള്ളമയൊക്കെ മാറി സംഭവം നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റായിട്ട് മാറും. കണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പം കാണാം നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളക്, കറിവേപ്പില, ഈവൻ കടുക് പോലും നമ്മുടെ സോയയിൽ ഇങ്ങനെ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.